ഈ ആരാധന ആദ്യാന്ത്യങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിലും ഇത് ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആന്തരികമായി ഉണ്ടാകേണ്ടതാണ്. ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയുന്നത് വർദ്ധിച്ച ദൈവസ്നേഹമാണ്. ഉടമ്പടിയുടെ ഇന്ധനം നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള സ്നേഹമല്ല, അതൊരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് പ്രയോറിറ്റി എങ്കിൽ, പ്രോട്ടോക്കോളെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും, പൊട്ടത്തില്ല. ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കും, സ്വജാതിയിരുന്നും വിജാതിയിരുന്നും. സുവിശേഷത്തിൽ നല്ല ജാതിയുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന സമുദായ ജാതിയൊന്നുമല്ല, ദൈവത്തിൻ്റെ ജാതിയും ലോകത്തിൻ്റെ ജാതിയും. മനസ്സിലായില്ലേ? ലോകത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ രണ്ട് തരം ജാതിയുണ്ട് സുവിശേഷത്തിൽ. അത് നമ്മൾ പറയുന്ന സമുദായത്തിൻ്റെ ജാതിയല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ ജാതിയും പിന്നെന്താണ്? ലോകത്തിൻ്റെ ജാതിയും. ഇതിലെവിടെയാണ് നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി. ലോകത്തിൻ്റെ ജാതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയില്ലല്ലോ ഓഫ് ലെറ്റർ വന്നില്ലല്ലോ, വസ്തു വിൽക്കാൻ ആൾ വന്നില്ലല്ലോ, മക്കളെ കെട്ടിയില്ലല്ലോ, അവർക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപരാധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ജാതി. ദൈവത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കവരെ, ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുന്നവർ ദൈവമായിട്ടൊരു പ്രത്യേക റിലേഷനിലേക്ക് വരും. ദാറ്റ് മീൻസ് ഒരു സ്വകാര്യ റിലേഷൻസ്. നമുക്ക് ഇപ്പം നമ്മുടെ അമ്മയോട് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാമല്ലോ, എന്നാൽ ചുടുവെള്ളി തരം വേണമെങ്കിലും പറയാം അല്ലേ? ആ ഒരു ബന്ധത്തിലേക്ക് വരും. ആർക്കാണ് മുതൽ മുടക്കാൻ കഴിയുന്നത്? ഈ വിജാതീയ സ്വജാതീയ പക്ഷങ്ങൾ ക്രിസ്തു ഉണ്ടാക്കിയതാണ്. ആരാണ് വിജാതിരെന്ന് ആരാണ് സ്വജാതിരെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. മത്തായി ശ്രീഹാട് സുവിശേഷം 5:47 എടുത്ത്, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ അൾട്ടിമേറ്റ് അന്ത്യവിധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാം ബേസ്ഡായിട്ടൊരു മദർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ മദർ ക്വസ്റ്റ്യൻ എന്താണ്? എവഞ്ചലി, അതായത് ബൈബിൾ ഉയർത്തുന്ന ഒരു മദർ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ടത് മറ്റ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉടമ്പടിയുടെ ഒരു വിഷയം അതായത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്. അതായത് അതിൻ്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നാ പറയണത്? വിജാതീയരും അങ്ങനെ തന്നെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് പ്രശ്നം. അപ്പം ആരാണ് വിജാതീയര്? അതായത് വിശേഷവിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല അവരെല്ലാം വിജാതീയരാണ്. ബൈബിളിൻ്റെ ഒരു ലെവല് കണ്ടില്ലേ? വിശേഷവിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ ആരെല്ലാം കമ്മിറ്റഡ് അല്ല, അവരെല്ലാം ബ്രാൻഡഡ് ജെൻഡേഴ്സ്. ഈ ബ്രാൻഡഡ് ജെൻഡേഴ്സ് ആണ് ഉടമ്പടി ഓപ്പൺ ആക്കി കിട്ടാത്തത്. എന്നുവെച്ചാൽ നമ്മൾ നിങ്ങൾ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യണം. എന്താണ്? നമ്മൾ വിശേഷവിധിയായി ചെയ്യുന്നവരെന്താ ചെയ്യണത്? അവരേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ല, സ്നേഹമാണ്, ദൈവസ്നേഹമാണ് ഉടമ്പടിയുടെ ഇന്ധനം. ദൈവസ്നേഹത്തിനെതിരെ നിൽക്കുന്ന വചനം എന്താണ്? ഭയമാണ്. സ്നേഹത്തിലെ ഭയത്തിന് സ്ഥാനമില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. യോഹന്നാൻ 4:18 വായിച്ചോളൂ. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിലെ ഭയത്തിന് ഇടമില്ല. ഈ നിങ്ങൾക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിരിക്കുന്നത്, നിങ്ങളുടെ സ്നേഹത്തിലൊക്കെ ഭയമുണ്ട്.
ആ ഒരു താലന്ത് കൊടുത്തവൻ എന്നാ ചെയ്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഇത് വേണം ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവൻ കുഴിച്ചിട്ടിരിക്കണം എന്ന് നോക്കിക്കേ. ശ്രുതിക്കട്ടെ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. മത്തായി 25, 24, 25 തിരുവചനങ്ങൾ. മത്തായി 25, 24 വായിച്ചോളൂ. ഒരു താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു. ഏറ്റ് പറഞ്ഞേ. ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു. ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് ഞാൻ ഭയപ്പെട്ട്. അവർക്ക് സംഭവിച്ചത് എന്താണ്? ഭയമാണ്. ഭയം കാരണം സുവിശേഷ വേല ചെയ്യാൻ പറ്റണില്ല. നിങ്ങൾക്ക് മടിയൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മടിയൻ അതായത് മറ്റുള്ളവരെ നല്ലവനും വിശ്വസ്തനും എന്ന് പറഞ്ഞപ്പോഴേ ഇവനെ വിളിക്കണത് എന്താണ്? മടിയനും ദുഷ്ടനും എന്നാണ്. എന്താ വിളിക്കണത്? ദുഷ്ടനും മടിയനുമായ വൃത്തിയാ. രണ്ടു തരം മനുഷ്യരാണ് ദൈവത്തിന് മുമ്പിലുള്ളത്. ഒന്ന് നല്ലവനും വിശ്വസ്തനും, രണ്ടാമത്തെ ആരാണ്? ദുഷ്ടനും മടിയനും. ദുഷ്ടനും മടിയനുമായുള്ള വ്യക്തിയാണോ നീ എന്ന് നോക്കണം. നീ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനായിരിക്കും എന്നാണ് ബൈബിൾ പറയണത്. കളി മാറുവേ. നീ മടിയനാണെങ്കിൽ നിന്റെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദുഷ്ടനായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം, രോഗികളെ നാളെ പോയി കാണാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി കാണാമെന്ന് പറഞ്ഞിരുന്നാൽ ദൈവം നിന്നെ കണക്കാക്കുന്നത് ആരാണ്? അവിശ്വസ്തനാണ്. അവിശ്വസ്തയായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ആരാണ്? ദുഷ്ടനായിട്ടാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ചെയ്യാൻ ബേസിക് റൈറ്റ് ഇല്ല. ദുഷ്ടന്മാർ ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം കിട്ടത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദൈവം ഒന്നും ചെയ്യത്തില്ല. അവൻ്റെ താലന്ത് ഇങ്ങോട്ട് എടുക്കാൻ പറയും. കൊടുത്ത ഉടമ്പടി തിരിച്ചെടുക്കും. നിങ്ങളിവിടെയൊക്കെ കെട്ടിത്താത്തിട്ട് പോകാം, പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും. എന്താ കാര്യം? പ്രേക്ഷിത വേലയിൽ ബിഗ് സീറോ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദുഷ്ടനും മടിയനുമാകാതെ നല്ലവനും വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവസ്നേഹത്തോടെ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിശേഷവിധിയായി ചെയ്യുന്നവരാണ് ഉടമ്പടി ക്രാക്കാക്കുന്നവർ, ഉടമ്പടി ഫയറാക്കുന്നവർ. ഇതിൻ്റെ ടെക്നോളജിയാണ്. ഇത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആർക്ക് വേണമെങ്കിലും ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും. കാര്യം ഇത് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലാണിത് വിഭാവന ചെയ്തിരിക്കുന്നത്. കവനൻ്റ് എന്ന് പറയുന്ന സങ്കല്പം. അത് നിങ്ങൾ ടേക്ക് എ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. കണ്ടില്ലേ? ഇതിലെല്ലാം വെളിവാകണ ദൈവത്തിൻ്റെ ഗൂഢത, മനസ്സിൻ്റെ ഒരു ഒക്കൾട്ട് വേടുകളാണിതെല്ലാം. വെച്ച് കഴിഞ്ഞാൽ ഗൂഢസത്യങ്ങളുള്ളതാണ്. അല്ലാതെ കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് ചെയ്താൽ അതിനകത്ത് പ്രത്യേകിച്ച് മാഹാത്മ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നു, നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു, മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കം നിൽക്കുന്നു, 12 മണി വരെ അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുന്നു, രാവിലെ അവരെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു, പണ്ടിയെ കൊണ്ട് ആക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ലെന്നാണ് പറയണത്. എന്താ കാര്യം? ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന സ്വാഭാവികമായ മനുഷ്യപ്രവൃത്തിയാണ്.
കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ട ഒരു അമ്മയെന്ന രീതിയിൽ അപ്പനെന്ന രീതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. കൽപ്പിക്കപ്പെട്ട ആ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ചോദിക്കും, ഞാൻ ഭർത്താവിനെ നോക്കണില്ലേ, എൻ്റെ കടമയല്ലേ അത് ശരിയാണ്, കൽപ്പിക്കപ്പെട്ടതാണത്. എൻ്റെ ഭർത്താവിനെ കിടപ്പ് രോഗിയല്ലേ, അപ്പോൾ ഞാൻ നോക്കുന്നില്ലേ, ഞാൻ തന്നെ വേലയെടുത്ത് കൊണ്ടുവന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണില്ലേ, മരുന്നിന് കൊടുക്കണില്ലേ, എല്ലാം ഞാൻ ചെയ്യണില്ലേ. നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ റീഫണ്ട് ചെയ്യും. വേറെ നിങ്ങൾ ആ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലായിപ്പോവും. മനസ്സിലായില്ലേ? ഇത് അതായത് ബ്ലെസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ട്. ഗ്രേസ് എന്ന് പറയണത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഗ്രേസിൻ്റെ കാര്യം. അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം. അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ആർക്കും കിട്ടും, നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും. അവൻ ജനിച്ചു പോയില്ലേ, അപ്പോൾ ജനിച്ചപ്പോൾ ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം വേണ്ടിയെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ കൃപ എന്ന് പറയണത് വേറെയാണ്. കൃപ എന്ന് പറയുന്നത് പവർ ഓഫ് ഗോഡാണ്. അത് ക്രിസ്തു വഴി ഉണ്ടായതാണ്. അതെപ്പോഴും നാം മനസ്സിലാക്കണം. കാരണം ക്രിസ്തു വഴി എങ്ങനെയാണ് ഉണ്ടായത്? ക്രിസ്തു വഴി ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയും സത്യവുമാകട്ടെ, പറഞ്ഞ കൃപയും സത്യവുമാകട്ടെ, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ യേശു ക്രിസ്തു വഴി ഉണ്ടായതാണ് കൃപ. എങ്ങനെയാണ് ഉണ്ടായത്? അതെപ്പോഴും ഉണ്ടായത് 12:18 അനുസരിച്ചുകൊണ്ടാണ്. ഏത്? മത്തായിയുടെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. പറഞ്ഞ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. എൻ്റെ ആത്മാവിനെ. പിതാവിന്റെ ആത്മാവിന്റെ പ്രസാദം കിട്ടിയ ആളാണ് ക്രിസ്തു. അതിനാണ് കൃപയെന്ന് പറയുന്നത്. ക്രിസ്തുവിന് അത് എങ്ങനെയാണ് കിട്ടിയത്? അത് ഫിലിപ്പിയർ 2:6 അനുസരിച്ച് കിട്ടിയതാണ്. എന്താണ്? അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസ്യനായി മരണത്തോളവും കുരിശുമരണത്തോളവും തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അത്യധികം അവനെ ഉയർത്തി. അങ്ങനെ അത്യധികം ഉയർത്തുന്ന പ്രോസസ്സിനാണ് കൃപയെന്ന് പറയണത്. കൃപ അവൻ്റെ നാമത്തിൻ്റെ തൽഭവമോ തത്സമവുമായി. അതുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകും. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും, കൃപാപര പ്രവൃത്തികളും, പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ്. കൈയടിച്ച് കർത്താവ് പ്രവർത്തനങ്ങളിലൂടെ കൃപ കരയേറ്റുവാൻ 15. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി. പറഞ്ഞേ, അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധം ആകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. ഇതൊരു പ്രോസസ്സാണ്. കൃപ പരക്കുകയാണ്, ലോകം മുഴുവനും പരക്കുകയാണ്. അതെങ്ങനെയാണ്? കൂടുതൽ ആളുകളിലേക്ക് കൃപ സ്വീകരിച്ചവരെ കൃപ കൈമാറുകയാണ് ചെയ്യണത്. കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യർ 4:15. കൃപ സ്വീകരിച്ചവർ, നിങ്ങളെല്ലാവരും ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത്? എന്താ സ്വീകരിക്കണത്? കൃപയാണ് സ്വീകരിക്കണത്. അല്ലാതെ മാളെ കെട്ടിച്ച് കൊച്ചുണ്ടായി വീട് കിട്ടുമെന്നൊക്കെ പറയരുത്. അതൊക്കെ ഇതിൻ്റെ കൃപയുടെ ഇഫക്റ്റായിട്ട് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സാണ്. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് സ്വീകരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് സ്വീകരിക്കാനുള്ള ദൈവിക സംവിധാനത്തിൻ്റെ പേരാണ് കവനന്റ് ഉടമ്പടി. കൈയടിച്ച് കർത്താവ് റോമ 15:16. ദൈവത്തിന്റെ കൃപ, പറഞ്ഞ ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൃപ എന്താ ചെയ്യണത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണിത്. അതായത് ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തിനാണ്?
വിജാതിയർക്ക് വേണ്ടി. റീഡ് ഇറ്റ് അഗൈൻ. ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. ഉടമ്പടി ചെയ്യണത് ഇതാണ്. എന്താണ്? വിജാതിയർക്ക് വേണ്ടി. വിജാതിർ എന്ന് പറയുന്നത് എന്താണ്? സമുദായത്തിൻ്റെ ജാതിയല്ല, മറിച്ച് വിശേഷ വിധിയായി ചെയ്യുന്നത്. കൽപ്പിക്കപ്പെട്ടതിന് ശേഷം അതിനേക്കാൾ ഉപരി ചെയ്യുന്ന ആൾക്കാരാണ് സ്വജാതികളെന്ന് പറയുന്നത്, സ്വർഗത്തിൻ്റെ ജാതികൾ. സ്വജാതികളെന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം സമുദായത്തിൻ്റെ ജാതിയല്ല, സ്വർഗത്തിൻ്റെ ജാതികൾ. വിജാതികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തിൻ്റെ ജാതികൾ. അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ പ്രാർത്ഥനയും ദൈവത്തെ പോലെ ഉപയോഗിക്കുന്നവരാണ്. ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. എന്താണ്? ഉടമ്പടിയിലുള്ളവരിൽ നിന്ന് വിശേഷ വിധിയായിട്ടാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ നീ തന്ന കൃപ കൈമാറ്റത്തിനാണ്, അത് വിശേഷ വിധിയായി ജനങ്ങളിലേക്ക് നിന്നെ കൈമാറാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിച്ച്, കർത്താവേ നീ തന്ന കൃപ വിശേഷ കൈമാറ്റത്തിനാണ്, അത് വിശേഷ വിധിയായി മറ്റവരെക്കാൾ ഉപരി കൃപയുടെ ഫലങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ധൈര്യത്തോടെ സുവിശേഷത്തിന് ക്രിസ്തുവിന് സാക്ഷ്യമാകാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ നിങ്ങൾ വിഷയത്തിലേക്ക് തിരിച്ചു വരണം. എന്താ കാര്യം? അതായത് ജ്ഞാനസ്നാനപ്പെടാതെ തന്നെ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ പറ്റും. അതല്ലേ ഇപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ കാണുന്നത്. അതിൽ ഞാൻ ആദ്യമേ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ ഈശോ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് കൺവെർട്ടിങ് എനിബഡി. ഇതൊന്നും മതപരിവർത്തനത്തിനുള്ളതല്ല, മറിച്ച് എന്താണ്? മനുഷ്യനെ സാന്ത്വനപ്പെടുത്താനും സഹായിക്കാനും ഉള്ളതാണ്. ആരെല്ലാം വേദനപ്പെട്ട് വരുന്നുവോ അവന് ക്രിസ്തുവിൽ പരിഹാരമുണ്ടെന്ന് പറയുന്ന സുവിശേഷം നിന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വിശേഷ വിധിയായി. നീ ഇന്നലെ ജീവിച്ച പോലെ നിൻ്റെ വയറ് നിൻ്റെ വായെന്ന് പറഞ്ഞ് ജീവിക്കരുത്, മറിച്ച് മറ്റുള്ളവരെ കൂടി കരുതണം. മറ്റുള്ളവരെ കരുതി ജീവിച്ചാൽ ആ ഉടമ്പടി എപ്പോഴും തീയാകണതും വേഗണതും അങ്ങനെയാണ്, മറ്റുള്ളവരെ കരുതി ജീവിക്കാൻ. അപ്പം നിനക്ക് ഈ അനുഗ്രഹം തന്നാൽ എന്ത് പ്രയോജനമെന്ന് ദൈവം ചിന്തിച്ചാൽ, ദൈവത്തിന് മാർക്കില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം വിജാതിയായിട്ട് കാണും. ചിലപ്പോൾ നീ കത്തോലിക്കയായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിജാതിയാണ്. അവിടെ പ്രശ്നം. ഒരു കത്തോലിക്കയും ക്രിസ്ത്യാനിയും ജീവിതത്തിൽ വിജാതിയരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറയുന്ന വിജാതിയർ സ്വജാതികളായിട്ട് മാറാനും സാധ്യതയുണ്ട്. കാരണത്തിന് ഇതിനകത്തൊരു കോമ്പറ്റീഷൻ നല്ലതാണ്. കോമ്പറ്റീഷൻ, അതായത് മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അത് മറ്റുള്ളവർ കാനഡയിൽ പോയാൽ അവർക്ക് IELTS പാസ്സായ, PSC പാസ്സായ, റാങ്ക് കിട്ടിയ അവർക്ക് അവിടെ കല്യാണം നടന്നാൽ ഞാനും കൂട്ടുകാരിയും ഒരുമിച്ച് നല്ല പോയി ഉടമ്പടി എടുത്തിട്ട് അവരുടെ കല്യാണം നടന്ന് എൻ്റെ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കരുത്. അത് നിങ്ങൾ നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളെ വെച്ച് മറ്റുള്ളവരുടെ കിട്ടിയിരിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നതാണ്. നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് ദൈവം പറയണ്ടേ? അതെന്താണ് കമ്പയർ ചെയ്യേണ്ടത്? 1 കൊരിന്ത്യൻസിന്റെ 15:10 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഒന്നിനു വായിച്ചേ മറ്റെല്ലാവരെയും ആദ്യം മുതലേ ഞാൻ എന്തായിരിക്കുന്നു നിങ്ങൾ പറഞ്ഞേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. പണിപാളി പെട്രോൾ പോലെയാണെന്നാണ് പറയണേ. സാധനം ആവിയായി പോകുന്ന കൃപ. മറ്റേ മടിയൻ ഒന്നുകൊണ്ടേ കുഴിച്ചിട്ടില്ലേ, അതുപോലെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിൽ കൃപ ഫലവത്താകാതിരിക്കാം. കൃപ ശോഷിച്ചു പോകും. പെട്രോൾ വെയിലത്ത് ആവിയാകണ പോലെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന കൃപ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ച വചനം
1 Corinthians 15:10 വായിച്ചേ. ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. അപ്പൊ ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്താണ്? കൃപയുടെ അധ്വാനങ്ങളിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവരെക്കാൾ ഞാൻ മുന്നിലായിരിക്കണം. ഇതൊരു കോമ്പറ്റീഷനാണ്. കൃപയുടെ അധ്വാനങ്ങളിൽ മറ്റുള്ളവരെക്കാളും ഞാൻ കൂടുതലായിരിക്കണം. കാര്യം എന്താ? ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങളെ വെച്ച് ദൈവത്തെ അളന്നാൽ മന്ന പെറുക്കിയ ആൾക്കാരെ പോലെ ഇരിക്കും. മന്ന ദൈവം കൊടുത്ത കാലമില്ല. അതാണല്ലോ ഭൗതിക അനുഗ്രഹം. മന്ന കൊടുത്ത കാലത്ത് എന്താ സംഭവിച്ചത്? ആമക്കളുള്ളവരും പെമ്മക്കളുള്ളവരും വീട്ടിൽ നിറച്ച് പിള്ളേരുള്ളവരുമൊക്കെ കൊട്ടയും കൊണ്ട് നടന്ന് മൊത്തം പെറുക്കിയെടുത്ത്. അപ്പോൾ വിധവകളുണ്ടായി, ഭർത്താവില്ലാത്തവരും മക്കളില്ലാത്തവരുണ്ടായി, അവരും പെറുക്കി. അവസാനം എന്താ പറ്റിയിരിക്കണത്? കൂടെ പെറുക്കിയ ആൾക്കാരുടെ എല്ലാം ചീഞ്ഞുപോയി. അന്നുള്ള ആഹാരം മാത്രം. ഭൗതിക അനുഗ്രഹങ്ങളെ നമുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ അനുഭവിക്കത്തില്ല എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പുറപ്പാട് 16:19-20 തിരുവചനങ്ങൾ. പുറപ്പാട് 16:19-20 വാക്യങ്ങൾ. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്തു മോശമായി. അതായത് ഇതിൻ്റെ പ്രശ്നം ഇതാണ് വെച്ചാൽ ഭൗതിക ആനുകൂല്യങ്ങളുടെ ആധിക്യത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് അഭിരമിക്കരുത്. പുഴുത്ത അനുഭവം ഉണ്ടാകുന്ന അർത്ഥം മനസ്സിലായില്ല? നമുക്ക് പ്രയോജനപ്പെടത്തില്ല. നിങ്ങൾ എന്തിനാണ് അഭിമാനിക്കേണ്ടത്? മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. നിത്യത വരെ നിലനിൽക്കണ അധ്വാനം എന്ന് പറയുന്നത് ഫലമെന്ന് പറഞ്ഞ കൃപയുടെ അധ്വാനമാണ്. നമ്മളിവിടെ എന്നാ ഉണ്ടാക്കിയാലും അവസാനം ഒന്നും ഉണ്ടാകത്തില്ല നമുക്കറിയാം അല്ലേ? നമ്മൾ 0 ആയിട്ട് പോവുകയും ചെയ്യും. നമ്മൾ ഉണ്ടാക്കി വെച്ച് മരുമക്കളെയൊക്കെ തമ്മിൽ തല്ലുകയും അവർ കോടതി കയറുകയും നിങ്ങളുടെ കാലശേഷം അവർ നിങ്ങളെപ്പോലും വരച്ച ദൂരക്കളയും. ഈ പിശാച് നേരത്തെ വിൽപ്പത്രം എഴുതി വെച്ചെങ്കിൽ ഈ ഇടി ഞങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അമ്മനെ പിശാചെന്ന് വിളിക്കുകയും ചെയ്യും. എല്ലാം പൊഴുത്തു പോകും. തമസല്ല. എത്ര കേടതിയാണ് കേസ് കിടക്കണം അപ്പനും അമ്മയുടെ കാലം. നിങ്ങളിങ്ങനെ ഇടി ഉണ്ടാക്കിയിട്ട് ഇത് അവസാനം നിങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്തില്ല. ഇനി വിൽപ്പത്രം എഴുതിയെന്ന് വെച്ചോ. ഇവിടെ എന്തുമാത്രം കേസാണ് വരണത്? അപ്പൻ വിൽപ്പത്രം എഴുതി, അമ്മ വിൽപ്പത്രം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പത്രത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ കാലത്ത്, ആയുസിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയതെല്ലാം ഇപ്പോൾ മക്കൾ തമ്മിൽ തല്ലാനും കോടതി കയറാനും വക്കീൽമാർക്കും ജഡ്ജിമാർക്കും കൊടുക്കാനായില്ലേ? ഇതാണ് വിഷയം. പുഴുത്തു പോയെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല, പുഴുത്തു പോകും. അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, സ്വർഗത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക. പ്രയോറിറ്റി ആൻഡ് പ്രോട്ടോക്കോൾ